അങ്ങനെ നീണ്ട 1.5 വർഷത്തിന് ശേഷം ഓഫീസിൽ പോകണം. നല്ല ടെൻഷനുണ്ട്. സെയിം ടൈമിൽ ഓഫീസിൽ പോകണതിൻ്റെ എക്സൈറ്റ്മെൻറ്റും. കുട്ടപ്പായി ഇട്ടിട്ട് ഇത്ര നേരം ഞാൻ മാറിപ്പോലും നിന്നിട്ടില്ല. ബസ്സിൽ പോകാൻ നിന്ന ഒരു സൈഡ് 3.5 മണിക്കൂർ എടുക്കും എനിക്ക് ഓഫീസിൽ എത്താൻ. തിരിച്ചു വരാൻ അങ്ങനെ തന്നെ സമയമെടുക്കും. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു കാർ പോളിംഗ് ഒത്തുകിട്ടിയിട്ടുണ്ട്. അതാവുമ്പോൾ ഒരു സൈഡ് 1 മണിക്കൂർ എടുക്കുള്ളൂ ഓഫീസിലെത്താൻ. ഭാഗ്യത്തിന് ഇറങ്ങിയ ദിവസം നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ട്രാവൽ ചെയ്ത് ഓഫീസിൻ്റെ മുമ്പിലെത്തിയപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഓഫീസിൽ ചെന്നിട്ട് 1.5 കൊല്ലം ആയതുകൊണ്ട് ID കാർഡൊക്കെ കഴിഞ്ഞ കൊല്ലം എക്സ്പയർ ആയി. അത് മാറ്റാനുള്ള റിക്വസ്റ്റ് ഇട്ടിട്ട് വേണം ഇന്നത്തെ ദിവസം തുടങ്ങാൻ. തലേ ദിവസം തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് സീറ്റൊന്നും കിട്ടാൻ പാടുണ്ടായില്ല. പിന്നെ എല്ലാവരെയും മീറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റി. ഓഫീസിൽ ചെന്നുള്ള പ്രശ്നം, ഒട്ടും കോഫി കുടിക്കാത്ത ഞാൻ മിനിമം 2 കോഫിയെങ്കിലും കുടിക്കും. ഇവിടുത്തെ ആ ക്യാപ്പച്ചിനോ അടിപൊളിയാണ്. ഓഫീസിൽ ചെന്നാൽ പിന്നെ വർക്കൊക്കെ കണക്കാണ്, കൂടുതലും ബ്രേക്കുകളായിരിക്കും. പിന്നെ ലഞ്ച് ടൈമാണ് എൻ്റെ ഫേവറേറ്റ്. ഞങ്ങളുടെ ക്യാൻറ്റീനിൽ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടും. ഇന്ന് ഞാനെടുത്തത് കുറച്ച് ചിക്കനും ചിപ്സും കുറച്ച് കോണുമാണ്. ഉച്ചയൂണിന് ശേഷം ഹാർഡ്ലി 1.5 മണിക്കൂർ പണിയെടുത്തു. വീണ്ടും ഞങ്ങൾക്കൊരു കേക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഓർഗനൈസ് ചെയ്തൊരു കേക്ക് ബ്രേക്ക് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുപോയ അച്ചപ്പവും കേക്കുമാണ് ഇന്നത്തെ ഞങ്ങളുടെ ടീ ടൈം സ്നാക്ക്. ഇവിടെ പിന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള അമ്മമാർക്ക് 1 മണിക്കൂർ നേരത്തെ വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് പോവാം, അല്ലെങ്കിൽ ലഞ്ച് ടൈമിന് എക്സ്ട്രാ 1 മണിക്കൂർ എടുത്ത് ബേബിയെ ഫീഡ് ചെയ്യാൻ പോവാം, മിൽക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പോവുകയും ചെയ്യാം. ഞങ്ങളതുകൊണ്ട് 1 മണിക്കൂർ നേരത്തെ ഇറങ്ങി വീട്ടിൽ ചെന്നപ്പോഴോ ഒരാൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ പോയപ്പോൾ എനിക്ക് ടാറ്റയൊക്കെ തന്നാണ് കേട്ടോ വിട്ടത്. വീട്ടിൽ പകലും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. പുള്ളി എന്നെ ചോദിച്ചില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഒളിച്ചു പോകാതിരുന്നത്. പോണത് കണ്ടാൽ പിന്നെ പുള്ളിക്ക് മനസ്സിലാവുമല്ലോ. പക്ഷെ തിരിച്ചു ചെന്ന് അപ്പൻ്റെ മേത്ത് കയറുക, പിന്നെ ഇറങ്ങിയിട്ടില്ല.